വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ആനസ് അബ്ദുൽ നിസാർ. മക്കളെ, ഇത് ലാബ് എക്സാം ആണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരു 22-ാം തീയതി 23-ാം തീയതി ടൈമിലൊക്കെയാണ് എനിക്ക് ലാബ് എക്സാം വരുന്നത് തോന്നുന്നു അല്ലേ? അപ്പൊ ആ ടൈമിൽ ലാബ് എക്സാമിന് നിങ്ങൾക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് C++ പ്രോഗ്രാം ചെയ്യാനും HTML പ്രോഗ്രാം ചെയ്യാനും. അപ്പൊ പലർക്കും ഒരു കുഴപ്പമാണ്, സാറേ എന്റെ വീട്ടിൽ ലാപ്ടോപ്പ് ഇല്ല അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ല എന്നുള്ള പല പരാതികളും സ്റ്റുഡൻസ് പറയാറുണ്ട്. നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഈ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ ചെയ്യാം എന്നാണ് മക്കളെ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ എടുക്കുക, നമ്മുടെ ഒഫീഷ്യൽ ഗൂഗിൾ സൈറ്റിൽ കയറുക. ഗൂഗിൾ സൈറ്റിൽ കയറിയിട്ട് എന്ത് സെർച്ച് ചെയ്യുക? ഇതാണ് C++ ആണ്. C++ ഓൺലൈൻ കമ്പയർ ഇവിടെ ഒരു ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ C++ ഓൺലൈൻ കമ്പൈലർ ഒന്നല്ല മക്കളെ. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കൊടുക്കുക ഓൺലൈൻ പ്രോഗ്രാമൈസ്ഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം വരില്ല. അപ്പൊ പ്രോഗ്രാമൈസ്ഡ് എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് സൈറ്റ് വരും. അപ്പൊ ഫസ്റ്റ് സൈറ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഏരിയ വന്ന് ഔട്ട്പുട്ട് വരുന്ന ഒരു ഏരിയ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് മൊബൈൽ ഫോണിൽ ചെയ്യാൻ കേട്ടോ, അല്ലാതെ നിങ്ങൾ ഈ വലിയ സ്ക്രീൻ ആണെന്ന് നിർബന്ധമൊന്നുമില്ല, മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ വെക്കാം. എന്നിട്ട് ഹാഷിംഗിലൂടെ IO സ്ട്രീം ഞാൻ എന്തോ എടുത്തു, യൂസിങ് നെയിം സ്പേസ് std. ഓക്കെ, std. ഓക്കെ, ഇന്ത്യമേരിയുടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് ആ കമന്റ്സുകളൊക്കെ എങ്ങനെ റിമൂവ് ചെയ്ത് കളയാം അല്ലെ? കമന്റ്സുകളൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം. കമന്റ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവിടെ കിടക്കട്ടെ. യെസ്, ഞാൻ സിയോട്ട് ഇവിടെ കിടപ്പുണ്ടല്ലോ, സിയോട്ട് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം എന്താണ് അവിടെ വെൽക്കം ടു സൈലം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോഡ് കൊടുക്കാം അല്ലേ? വെൽക്കം ടു സൈലം. ഹലോ അനസ്, ഹലോ അനസ് അബ്ദുൽ നിസാർ എന്റെ പേര് തന്നെ എടുക്കും അല്ലേ? യെസ്. ഓക്കെ, ജസ്റ്റ് ഒരു സിയോട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കേട്ടോ. നമ്മൾ എന്താ കൊടുത്തു? നമ്മൾ സാധാ പ്രോഗ്രാമിന്റെ കൊടുത്തു ഹാഷിനുള്ള IO സ്ട്രീം യൂസ് ഇന്ത്യ മെയിൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ദെൻ ഇവിടെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു കേട്ടോ. ദെൻ സിയോട്ട് ഹലോ അനസ് കേട്ടോ. ഹലോ അനസ് അബ്ദുൽ നിസാർ റിട്ടേൺ 0 കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. പരിപാടി കഴിഞ്ഞല്ല മക്കളെ. അപ്പൊ ഇവിടെ കമ്പൈൽ അവിടെ റണ്ണിങ് തന്നെ എന്താണ് എല്ലാം നടക്കുന്നുണ്ട്, കമ്പൈലേഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യടാ, ഞാൻ റൺ കൊടുത്തു. ദാണ്ട് റണ്ണ് കിടന്ന് കറങ്ങുന്നുണ്ട്. ചിലപ്പോൾ എന്താണ് നെറ്റിന്റെ സ്പീഡ് കിടന്ന് കറങ്ങട്ടോ. അപ്പൊ എന്താണ് ഔട്ട്പുട്ട് എന്ന് നമ്മളെ ഹലോ അനസ് അബ്ദുൽ നിസാറിന് ഔട്ട്പുട്ട് വന്നില്ലേ? അപ്പൊ ഇതുപോലെ ഏത് പ്രോഗ്രാംസ് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സൈറ്റിൽ? ഏതൊരു C++ പ്രോഗ്രാം ഈ സൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സൈറ്റ് ഓർത്തിരിക്കുക, programize.com കേട്ടോ. programize.com എന്നാണ് സൈറ്റിന്റെ പേര്. അല്ലെങ്കിൽ വേറെ C++ കമ്പൈലേഴ്സ് ഉണ്ട്. C++ കമ്പൈലേഴ്സ് നമുക്ക് എന്താണ് ഏത് പ്രോഗ്രാംസ് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും, കുഴപ്പമില്ലല്ലോ. യെസ്, അടുത്ത് നോക്കാം. അടുത്ത നമുക്ക് ഇനി എന്താണ് HTML പ്രോഗ്രാം ചെയ്യണം അല്ലെ? HTML പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, HTML കമ്പൈലർ, HTML എന്താണ് ഓൺലൈൻ കമ്പൈലർ അല്ലെ? കമ്പൈലർ ഓൺലൈൻ അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് വരാറുണ്ട്, പല സൈറ്റുകൾ വരാറുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ വൺ കമ്പൈലർ എന്ന് പറഞ്ഞ സൈറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കറന്റ് ഇപ്പൊ ഒരു പ്രോഗ്രാം കിടപ്പുണ്ട് അല്ലെ? അപ്പൊ HTML ഹെഡ് ടൈറ്റിൽ ഹലോ വേൾഡ് എന്താണ് ജസ്റ്റ് എന്താണ് ഞാൻ വേറെ ബോഡി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ നമ്മുടെ രീതിയിലുള്ള ചെറിയൊരു പ്രോഗ്രാം കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ രീതിയിലുള്ള ചെറിയൊരു പ്രോഗ്രാം കൊടുക്കുകയാണ്. ഓക്കെ, ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാം കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പം എന്താണ് ബോഡി സെക്ഷനിൽ അതാണ് ജസ്റ്റ് എന്താണ് ഹലോ വേൾഡ് എന്ന് കൊടുക്കട്ടെ. ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്. ഹലോ വേൾഡ് എന്ന് കൊടുത്തല്ലോ. യെസ്, ഹലോ വേൾഡ് എന്ന് കൊടുത്തു. എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് എന്താണ് റൺ ചെയ്യാനുള്ളത് HTML തന്നെ കിടക്കുക കേട്ടോ. റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവിടെ ഹലോ വേൾഡ് ഡിസ്പ്ലേ ആയിട്ടൊന്നല്ലേ? ഹലോ വേൾഡ് ഡിസ്പ്ലേ ആയിട്ടൊന്നല്ലേ? യെസ്, കണ്ടോ മക്കളെ, ഇങ്ങനെ രണ്ട് HTML പ്രോഗ്രാംസും നമുക്ക് ഈ C++ പ്രോഗ്രാംസും നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഇല്ലാത്ത ആൾക്കാർ മാത്രം കേട്ടോ. ലാപ്ടോപ്പ് ഉള്ളവർ അവിടെ തന്നെ ചെയ്യുക, ജീനി കമ്പ്യൂട്ടർ ചെയ്യുക. കാരണം സ്കൂളിൽ ചെയ്യിക്കുന്ന രീതി, കാരണം സ്കൂളിൽ ലാബ് ഉണ്ട്, ലാബിൽ ചെയ്യുന്ന രീതി അറിയാലോ. അപ്പൊ അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ പ്രോഗ്രാം ചെയ്ത് പഠിച്ചാൽ മതി. കാരണം പ്രോഗ്രാം ചെയ്ത് പഠിച്ച് തന്നെ പോകട്ടെ. കാരണം ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാതെ ചെയ്ത് പഠിച്ചു. കാരണം ചെയ്യുമ്പോൾ കുറെ മിസ്റ്റേക്സുകൾ വരാം. ആ മിസ്റ്റേക്സുകളൊക്കെ സ്വന്തമായിട്ട് തിരുത്തി അങ്ങനെ ആയാൽ മാത്രമേ ബെസ്റ്റ് ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് പ്രാക്ടിക്കൽ ലാബ് ചെല്ലുമ്പോൾ
ചെയ്യുമ്പോഴും നമുക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. അല്ലാതെ അവിടെ ചെന്ന് നിങ്ങൾ തന്നെ വണ്ടർ അടിക്കല്. കാരണം ലാബ് എക്സാം ആണ്, ഒരിക്കലും ആരും ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം സ്വന്തമായിട്ട് എല്ലാ സ്കൂളാണ്, ഏത് സ്കൂളാണെങ്കിലും മക്കളെ ആരെയും ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം നമ്മൾ ഏറ്റവും നമ്മൾ പക്കയായിട്ട് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള എക്സാം തന്നെയാണ് ലാബ് എക്സാം എന്ന് പറഞ്ഞാൽ. ഒരിക്കലും അവിടെ ആരും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആരും കാണത്തില്ല കേട്ടോ. അതായത് സ്വന്തമായിട്ട് പഠിച്ച് ഹാർഡ് വർക്ക് എടുത്തിട്ട് പഠിച്ച് പ്രോഗ്രാം ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, ഞാൻ അവസാനമായിട്ടൊരു വാചകം പറയുകയാണ് മക്കളെ, ചെറിയ മോട്ടിവേഷനോ കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ മക്കളെ, നമ്മുടെ റിയൽ ഫ്രണ്ട്സ്, എന്താണ് റിയൽ ഫ്രണ്ട്സ്, ട്രൂ ഫ്രണ്ട്സ്, നമ്മുടെ റിയൽ ഫ്രണ്ട്സിനെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? SLC ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ് ടൈം ആണോ, പിന്നെ നമ്മുടെ +2 ടൈം ആണോ, ഡിഗ്രി ടൈം ആണോ, PG ടൈം ആണോ? മക്കളെ ഒന്നുമല്ല. നിങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട സമയം അല്ലേ, ആ മോശപ്പെട്ട സമയത്ത് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെ എന്ത് വിളിക്കുക, റിയൽ ഫ്രണ്ട്സ് വിളിക്കാൻ പറ്റും. മോശപ്പെട്ട സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും അസുഖം വരികയാണ്, മോശപ്പെട്ട സമയമാണ്. പിന്നെ എന്താണ് എന്തെങ്കിലും ഒരു എന്താണ് പറയാ, നിങ്ങളുടെ കുടുംബം ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് തോറ്റുപോയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് ബ്രേക്കപ്പ് വരികയാണ് അല്ലെ, ബ്രേക്കപ്പ് വരുമ്പോൾ ഒരു മോശപ്പെട്ട സമയമാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഒരു ലൈഫ് എൻഡ് ആകുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് മക്കളെ, അങ്ങനെ എൻഡ് ആക്കല്ലേ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് മക്കളെ, ആ സിറ്റുവേഷനിലും നമ്മുടെ കട്ട ചങ്കാട്ട് കൂടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അവരെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നല്ല റിലേറ്റീവ്സ് വിളിക്കാൻ പറ്റും. നിങ്ങളുടെ മോശപ്പെട്ട സമയം കഴിഞ്ഞു, പിന്നെ നല്ല സമയത്തോട്ട് വന്നു. അപ്പൊ മോശപ്പെട്ട സമയത്താണെങ്കിൽ കൂടെ ഇന്നില്ല, നല്ല സമയം വന്നപ്പോൾ കൂടെ വന്നു, അവരെ ഫ്രണ്ട്സിനെ വിളിക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കേണ്ട സമയം മോശപ്പെട്ട സമയമാണ്. മോശപ്പെട്ട സമയത്തിലോട്ട് പോകാനല്ല പറയുന്നത്. അപ്പോൾ മോശപ്പെട്ട സമയം ആലോചിക്കുക. നിങ്ങൾ ചില മനുഷ്യന്മാർക്ക് ഇടയ്ക്കുന്നതാണ് മോശപ്പെട്ട സമയങ്ങൾ വരും കേട്ടോ. അപ്പൊ ചിന്തിക്കുക, അവിടെ ആരൊക്കെ കൂടണോ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് മുന്നോട്ട് കൊണ്ടു കേട്ടോ. യെസ്, അപ്പൊ ഓൾ ദ ബെസ്റ്റ് മക്കളെ. എല്ലാവരും ലാബ് എക്സാം നല്ല അടിച്ചു പൊളിച്ച് എഴുതുക. അതിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സൈലത്തിൽ അഗ്നി ബാച്ചിലും നമ്മുടെ യുവ ബാച്ചിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ, മാക്സിമം അത് യൂസ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ബൈ.